ശ്രീ സതീഷ് ഗോപി, ഇനിയുള്ള ആശങ്ക പലരും സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചാലും അതിജീവനവും പുനരധിവാസവും ഒക്കെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അഴിമതിയുടെ കറ പുരളാതെ തന്നെ അതിജീവനം സാധ്യമാകും, അങ്ങനെ തന്നെ ആകണമെന്ന് തന്നെ കരുതാമോ? നമുക്കങ്ങനെ കരുതാം. അഴിമതിയുടെ കറ പുരളാതെ ഇതിൻ്റെ പുനരധിവാസവും ഈ പുനർജീവനവും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ പറയട്ടെ, ഇവിടെ 80% അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ മേഖലയിലുള്ളതെന്ന് പല ചർച്ചകളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും, അപ്പോൾ അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ജീവനോപാധി അതിലൂടെ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏത് സർക്കാർ ഏജൻസിയാണ് ഇക്കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ ഏജൻസി അത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവരെ പുനരധിവാസം അവരെ പുനരധിവസിപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവരുടെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ജീവനോപാധിയാണ്. അപ്പോൾ ജീവനോപാധി ആ രീതിയിൽ ചെയ്താൽ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ്, അവരെ ജീവിതത്തിൽ തുടർന്ന് വന്ന കാര്യങ്ങൾ വച്ചുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു വരുമാനം അതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും, അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ ഹോർട്ടിക്കൾച്ചറും അഗ്രികൾച്ചറും ബേസ് ചെയ്തുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും വിപണനം നടത്തുവാനുമുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതൊരു വരുമാന മാർഗമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ സംരംഭങ്ങൾ പിന്നീട് വികസിപ്പിച്ചെടുക്കാനും അവർക്ക് ഏതൊക്കെ പിന്നീട് ചെറിയ ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള പഠനം പിന്നീട് ഗ്രാസ് റൂട്ട് തലത്തിൽ നടത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് കൊടുക്കണം. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. നമുക്ക് എന്നും അവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് നിൽക്കാൻ അതൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും അവരെ ഒരു വരുമാനം ഇവർക്കുണ്ടായി അവർക്ക് പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് സുഗമമായി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് മാത്രമല്ല, ഇവിടെ കെട്ടിടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതും നമ്മളൊരു ഗുജറാത്തിനെ മാതൃകയാക്കി നമ്മൾ കൊണ്ടുവരണം. അതായത് ഇതുപോലെ പ്രകൃതി ദുരന്തം വരുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ അതൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടം, അതിന് വേണ്ടുന്ന ഡിസൈൻ, ആ മേഖലയ്ക്ക് യോജിച്ച ഡിസൈൻ, ആ രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ പിന്നീട് ഇപ്പോൾ ഒരു ആരോപണം വന്നതുപോലെ പിന്നീട് ദുരന്തമുഖത്ത് പിന്നീട് ഇത്ര വീടുകളുണ്ടാക്കി അത് ചോർന്നൊലിക്കുന്നു എന്ന രീതിയിലോട്ട് പോകരുത്, ഒരിക്കലും പോകരുത്. ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് സ്കീംസുണ്ട്, സ്ത്രീകൾക്കുള്ള സ്കീംസുണ്ട്, വികലാംഗർക്കുള്ള സ്കീംസുണ്ട്, പരമ്പരാഗത വ്യവസായങ്ങൾക്കുള്ള സ്കീംസുണ്ട്. ഇതിൽ ഏത് സ്കീമാണോ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന ബെസ്റ്റ് ഫിറ്റ് ആവുന്നത് ആ സ്കീംസ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ മുൻകൈ എടുക്കണം. ഇത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ വിഷയമല്ല. ഏകദേശം 1942 ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്, അവർ ക്യാമ്പുകളിലുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും പേരെ കൂടെ കണക്കിലെടുത്ത് വേണം ഈ സ്കീംസ് എല്ലാം നടപ്പിലാക്കാൻ. അതുപോലെ തന്നെ ചെറുകിട വിപണനം, ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം, ഉൽപ്പന്നത്തിൻ്റെ സാങ്കേതിക വിദ്യ, പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ധനാഗമന മാർഗങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യണം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് അവർക്ക് പറ്റുന്ന ഒരു ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കടമ്പം നമ്മുടെ മുന്നിലുണ്ട്. അതായത് അംഗവൈകല്യം വന്ന പിന്നീട് അതുപോലെ വികലാംഗരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇനിയിപ്പോൾ ഉണ്ടാകും ഈ ദുരന്തത്തിന് ശേഷം. അവരുടെ പുനരധിവാസം, അവരുടെ ജീവനോപാധി, അത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയും നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എനിക്കൊരു ചെറിയൊരു സജഷൻ മുന്നോട്ട് വയ്ക്കാനുള്ളത്, ഇവിടെ പിന്നീട് ബെസ്റ്റ് ഏജൻസീസ് ഉണ്ട്, ഗവൺമെൻറ് ഏജൻസീസ് അല്ല, പിന്നീട് കൺസെഷനൊക്കെ ഏറ്റവും നല്ല തരത്തിൽ ULCC പോലെ ഉള്ള ഏജൻസീസ് അവരുടെ കൺസെഷൻ എന്ന് പറയുന്നത് ഒരുവിധം തെറ്റില്ലാതെ അപ്രീഷിയബിളാണ്. അപ്പോൾ അവർ ഈ പിന്നീട് എസ്റ്റിമേറ്റ് റേറ്റിന് അത് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഏജൻസീസിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ മേലുള്ള അഴിമതികൾ മാറ്റാൻ കഴിയും. അഴിമതിരഹിതമായ ഒരു കൺസെഷൻ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ
ഈ കമ്പോളങ്ങൾ ഇവിടെ പുനരധിവസിപ്പിച്ചാൽ പോരാ, അതിന് ഇവരുണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ വിപണനം, അതിൻ്റെ കമ്പോളം, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് കുട്ടികളുണ്ട്, ഏകദേശം 600 കുട്ടികളോളം ഉണ്ട് ഈ ദുരന്തത്തിൽ താമസിപ്പിക്കുന്ന, ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന 600ഓളം കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിനൊന്നും ഒരു തടസ്സവും വരാൻ പാടില്ല. അവർക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ പഠനം തുടങ്ങും. അവർക്ക് ഈ ക്യാമ്പുകളിലായിരുന്നു അവരുടെ പഠനം മുടങ്ങും. അപ്പോൾ അവരെ പഠനം മുടങ്ങാതെ അവരെ സ്കൂളുകളിലും കോളേജുകളിലും എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെ യാതൊരു വിധത്തിലും അവരെ പഠനം മുടങ്ങരുത്. അവർക്ക് വേണ്ടുന്ന ഇപ്പോൾ അവർ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. സ്കൂളിൽ ബാഗ് ഉണ്ടാവില്ല, ബുക്സ് ഉണ്ടാവില്ല, കുട്ടികളുടെ പഠന സാമഗ്രികളുണ്ടാവില്ല, പിന്നീട് യൂണിഫോം ഉണ്ടാവില്ല. ഇതെല്ലാം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസം പഴയതുപോലെ തന്നെ ആ സ്ലോട്ടിൽ റൺ ചെയ്തു പോകണം. അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ പോരാ, എല്ലാം ഒരു ഒറ്റ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യണം. ഇതിനൊരു എല്ലാം കൂടെ പിന്നീട് എന്താ പറയുന്ന ഒരു കളക്ടറുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിച്ചാൽ മാത്രമേ, ഒരു IAS-കാരന് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് ഒരു പഴുതുകളും എന്താ പറയുന്നത് ഒരു കുറ്റവും കുറവുമില്ലാതെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഇത് ചെയ്തില്ലെങ്കിൽ അത് അടുത്ത ഒരു ദുരന്തമായിട്ട് മാറും. അങ്ങനെ ഒരു ദുരന്തമായി അഴിമതിരഹിതമായി തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഇവരുടെയും അഭിപ്രായം.